നല്ല മഴയും നല്ല തണുപ്പും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വിചാരിച്ച് നല്ല ചൂട് ചായയും നല്ല ഇലയടയും ഉണ്ടാക്കാമെന്ന്. ഇലയട ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അതെന്നാവട്ടെ ഇന്നത്തെ റെസിപ്പിയോ. ഞാനില്ലേ രാവിലെ പത്തിരിക്ക് വെച്ച മാവ് കുറച്ച് ബാക്കിയുണ്ടേനു, അതുകൊണ്ട് തന്നെ മാവ് കുഴച്ചെടുക്കേണ്ട പണി വന്നില്ല. പിന്നെ ഉള്ളത് ഈ ഒരു ഫില്ലിങ്സിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. അത് കുറച്ച് ചിരവിയെടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഫില്ലിങ്സ് റെഡിയായി, ഇതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഇലയട ഉണ്ടാക്കി തുടങ്ങാം. ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് വാഴൻ്റെ ഇലയാണ്. അത് നല്ലപോലെ വാട്ടി വെച്ചിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അതിനൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ രാവിലത്തെ മാവിന്ന് കുറച്ച് ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറോട്ടിപ്പൊടി വെച്ചിട്ടും, പിന്നെ ഞാൻ രാവിലെ പത്തിരിക്ക് വേണ്ടിയിട്ട് വാട്ടിയെടുത്ത പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടേനു, അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ടാണ് നമ്മൾ ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ബാക്കി വന്ന മാവുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി, ചെറിയ കട്ടിയില്ലാണ്ട് പരത്തി എടുത്താൽ മതി കേട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുക. കുറച്ചധികം ഈ ഒരു തേങ്ങൻ്റെ മിക്സ് ചേർത്ത് കൊടുത്താലേ ഇലയിടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ചിലവർക്കെല്ലാം അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ. നമ്മൾ അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങോട്ട് മടക്കി കൊടുത്താൽ നമ്മൾ ഇലയട സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് ആവിക്ക് വേവിച്ചെടുത്താൽ മതിയേ. എന്തെളുപ്പമല്ലേ ഇലയടയൊക്കെ ഉണ്ടാക്കാൻ. ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് വെക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ ഓരോ ഭാഗത്തായിട്ട് എല്ലാം ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക, നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഇലയട സെറ്റാണ്. വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി മൂടി വെച്ചിട്ട് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ഞാനിപ്പുറത്ത് ചായയും കൂടി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അതാടാവുമ്പോഴേക്കും അത് ആവി വരുമ്പോഴേക്കും നമ്മൾ ചായയും സെറ്റാവും. നമ്മൾ 2 ഏലക്കായൊക്കെ ചായയിൽ ഇട്ടിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. കട്ടൻ ചായ കേട്ടോ ഏറ്റവും വൈകുന്നേരം ഏറ്റവും ബെസ്റ്റ്. ചായ സെറ്റായപ്പോഴേക്കും നമ്മളെ വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുക്കർ ഇലയടയും സെറ്റ്. ഇനി പണിയൊന്നുമില്ല, ചൂടോടുകൂടി സെർവ് ചെയ്യുക. ഈ ഒരു മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായയും ഈ ഇലയും കൂടി ആകുമ്പം അടിപൊളിയാവില്ലേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കണ്ട. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാണ്ടാ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്റ്റ്.